നമസ്കാരം. എന്തൊക്കെ സംഭവിച്ചാലും തങ്ങൾക്ക് ആർക്കു മുന്നിലും നട്ടെല്ല് വളയ്ക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് ഉപരോധങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സംഘടിത ശക്തിയായ നാറ്റോയെ വെല്ലുവിളിച്ചുകൊണ്ട് ബദൽ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാവുകയാണ് ഇറാൻ. ഇറാന്റെ ഈ ധൈര്യം അമേരിക്കയെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ഇത് കുറച്ചൊന്നുമല്ല ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ അംഗങ്ങളായ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിലാണ് ഇറാൻ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്കായി ചൈനയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇറാൻ റെഡി. കേവലം പ്രതീകാത്മകമായിട്ടല്ല, മറിച്ച് പ്രാദേശിക ഐക്യത്തിനും ആഗോള നിലപാടുകൾക്കും വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനമായിട്ടാണ് ഇറാൻ ഈ സംഘടനയെ കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ SCO പ്ലാറ്റ്ഫോമുകളോടുള്ള പ്രതിബദ്ധത ഉറപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി. ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ നിശ്ചലമാക്കുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവചനം. പക്ഷേ ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പ്രാതിനിധ്യം ഉറപ്പിക്കുകയായിരുന്നു. വേദിയെ ഇറാൻ ഞെട്ടിച്ചത് മറ്റൊരു സുപ്രധാന നീക്കത്തിലൂടെയായിരുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യക്തമായ രൂപരേഖ അരാച്ചി യോഗത്തിൽ അവതരിപ്പിച്ചു. നാറ്റോയും SCOയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ, അമേരിക്കൻ ആധിപത്യമാണ് നാറ്റോയുടെ ആണിക്കല്ലെങ്കിൽ പരമാധികാരം, സമത്വം, ബഹുസ്വരത ഉൾക്കൊള്ളുന്ന സമത്വ ദർശനമാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടേത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൃത്യമാണ്. ഷാങ്ഹായ് സഹകരണ സംഘടന രാജ്യങ്ങളുടെ സ്വയം ഭരണത്തിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ നാറ്റോയിലേതുപോലെ ആശ്രയത്വത്തിലല്ല. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: നാറ്റോയിൽ അമേരിക്കൻ അധീനതയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ SCOയിൽ അങ്ങനെയല്ല. ഷാങ്ഹായ് സഹകരണ സംഘടന വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ തക്ക കഴിവും പ്രാപ്തിയുമുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് നാറ്റോയേക്കാൾ എന്തുകൊണ്ടും ഉറപ്പുള്ള ഫ്ലെക്സിബിളായ സംഘടനയാണ് SCO. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഷാങ്ഹായ് സഹകരണ സംഘടന അവരുടെ യൂറേഷ്യൻ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. റഷ്യ അതിന്റെ സന്തുലിത നിലനിർത്തുന്ന പ്രധാന ഘടകവുമാണ്. ചൈനയെയും ദക്ഷിണ മധ്യേഷ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ ഇറാനെയും കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ റഷ്യക്ക് നിഷ്പ്രയാസം സാധിക്കും. SCO എന്ന കൂട്ടായ്മയെ റഷ്യ സമീപിക്കുന്നത് ഒരു ബഹുമുഖ പ്രായോഗിക ഭൗമരാഷ്ട്ര സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇറാന്റേത് ഒരു ദീർഘകാല തയ്യാറെടുപ്പാണ്. ഇറാൻ കൂടി അണിചേരുന്നതോടെ ഷാങ്ഹായ് സഹകരണ സംഘടന ലോകവേദിയിൽ അതിന്റെ സ്ഥാനം ക്രമേണ ശക്തിപ്പെടുത്തുകയാണ്. ഇറാന്റെ നീക്കത്തിൽ ഭയന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ 8 വ്യക്തികൾക്കും ഒരു ഇറാനിയൻ സംഘടനയ്ക്കും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഇറാന്റെ നീക്കം തങ്ങൾക്ക് നേരെയുള്ള നേരിട്ട ഭീഷണിയായാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഇത്. നിലനിൽപ്പ് എന്നതിനേക്കാൾ ഉപരോധങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും നയതന്ത്ര പാതയിലൂടെയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും തങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഒരു അന്താരാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണ് SCO എന്ന കൂട്ടായ്മയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ 21ാം നൂറ്റാണ്ടിൽ നാറ്റോയ്ക്ക് യഥാർത്ഥത്തിൽ ബദൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച